അപ്പോൾ അങ്ങനെ ഹിന്ദി പടത്തിൽ നിന്ന് ഒരു പക്ഷേ ആരും ചെയ്യാത്ത ഇൻവെർട്ടർ കോമ ഒരു ബ്ലണ്ടർ എന്ന രീതിയിൽ സറീന പിൻവാങ്ങുന്നു. പക്ഷെ എങ്കിൽ പോലും മലയാളികൾക്ക് ആ നോക്കെത്താത്ത ദൂരം എന്നുള്ളത് കൺവട്ടത്തേക്ക് നദിയെ വരുന്നതിലേക്കാണ് വഴിവെച്ചത്. അതിൻ്റെ പ്രൊഡ്യൂസർ ഇങ്ങനെ വിരകുന്നുണ്ട്, ഇവിടെ വരണം എന്നുള്ളത്. വരട്ടെ. നമ്മുടെ നോക്കത്താരം കഴിഞ്ഞിട്ട് ഏതാണ്ട് 30 വർഷമായി. 84-ലായിരുന്നു അത്, ഓർമ്മയുണ്ടോ? അന്ന് ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും നിൽക്കുമ്പോൾ ഞാനായിരുന്നു ശരിക്കും ഒരു ചെക്ക് തന്നത്, ഓർമ്മയുണ്ടോ അത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വലിയ നടിയായിട്ട് വരണം. അപ്പോൾ പറഞ്ഞു ഇല്ല, ഇത് പാച്ചിക്കായുടെയും ഗൈസിൻ്റെ ഒക്കെ ഒരു ഫ്രണ്ടായിട്ടല്ലേ വരുന്നത്, ഇനി ഇതോടുകൂടി ഇല്ല എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം ഈ ഉയർച്ച വരെ എത്തി. എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? അന്ന് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു വലിയ നടിയായി മാറിയില്ലേ? എന്തായിരുന്നു അതിൻ്റെ കാരണം? ഔസേപ്പച്ചൻ നല്ല പ്രൊഡ്യൂസർ. So lovely to see ഔസേപ്പച്ചൻ after so long. ഔസേപ്പച്ചൻ ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അതേ രൂപം. അന്ന് മുടി കുറവുണ്ടായിരുന്നു, ഇപ്പോഴും മുടി അത്രേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മുടി തന്നെയാണോ എന്ന് അന്വേഷിക്കണം. അതെ. അന്ന് ഇതേ രൂപത്തിലായിരുന്നെങ്കിൽ ഈ രൂപത്തിൽ തന്നെ അതിനൊരു മാറ്റമില്ല. പക്ഷേ മൂപ്പർ നല്ലൊരു പ്രൊഡ്യൂസറാണ്. ആർക്കും വണ്ടി ചെക്ക് കൊടുത്തിട്ടില്ല. ഇല്ല ഒട്ടും. എത്ര രൂപയുടെ ചെക്കാ തന്നിരുന്നത്? അതൊക്കെ ഇനിയിപ്പം ഞാൻ തന്നെ ഓർക്കുന്നില്ല. ഓ അത് ശരി. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വലിയ കാര്യമല്ല. നിങ്ങളുടെ അല്ല ആ ചെക്ക് കൊണ്ട് കളഞ്ഞു? ഇല്ല അത് ശരി, ബാങ്കിൽ കൂടി ഇട്ടല്ലോ അല്ലേ. പക്ഷേ അന്നത്തെ ഒരു നിലവാരം വെച്ചൊരു കോളേജ് വിദ്യാർത്ഥിനിക്ക് കിട്ടാവുന്ന വലിയൊരു സംഖ്യയായിരിക്കാം അല്ലേ? ഒരു പോക്കറ്റ് മണി മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സ്വന്തം അധ്വാനത്തിലൂടെ ഒരു തുക അത്രയൊന്നും നമ്മൾ ചിന്തിക്കില്ല. ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുമായിരിക്കും. അപ്പോൾ ഔസേപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത നദിയ. അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നോക്കത്ത ദൂരം ചെയ്ത് കഴിഞ്ഞപ്പോഴും പിന്നെ ഞാൻ ജോഷി സാറിൻ്റെ ഒരു പടമാണ് ചെയ്ത്, ഒന്നെങ്കിൽ വന്നെങ്കിലെന്ന് തോന്നുന്നു, അല്ലെ ശ്യാമാണോ ഞാൻ ഓർക്കുന്നില്ല. സോ അപ്പോൾ കുറേ ഓഫേഴ്സ് വരാൻ തുടങ്ങി നോക്കത്ത ദൂരം. ഞാൻ നോക്കത്ത ദൂരം ചെയ്യുമ്പോഴും ഞാൻ ഫാസിൽ അങ്കിളടുത്ത് പറഞ്ഞു, ഫാസിൽ അങ്കിൾ ഈ പടം ഫ്ലോപ്പായാലും എന്നെ കുറ്റം പറയരുത്. സോ ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് ദിസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗ ദ പടം ഇസ്. ചുമ്മാ വർത്തമാനത്തിന് ഞങ്ങൾ അങ്ങനെ പറയുമായിരുന്നു. സോ ഫാസിൽ അങ്കിൾ സെഡ് നോ ഡോണ്ട് വറി, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഔസേപ്പച്ചൻ പറയാനായിട്ട് ആ കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. പിന്നെ കുറേ ഓഫേഴ്സ് വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഓർത്ത് ചിലപ്പം ഇതെനിക്കൊരു പുതിയ വഴി കാണിച്ചു കൊടുക്കും. സോ ഇറ്റ് ഈസ് സംതിങ് സക്സസ്ഫുള്ളുമാണ്. ഇറ്റ് ഈസ് ഇൻ ദ പാർട്ട് ഓഫ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി വെയർ ഐ വാസ് ഓൾസോ കംഫർട്ടബിൾ. പക്ഷെ ഓഫ് കോഴ്സ് മലയാളം എനിക്ക് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. വരട്ടെ, ഞാൻ മാത്രമല്ല പറയണത്, ആളെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരാം. അന്നുണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ട്. ചെറിയുടെ ആദ്യ ചിത്രം നോക്കത്താ ദൂരത്ത് കാണുന്നിട്ട് അത് തന്നെയാണ് എൻ്റെയും ലാലിൻ്റെയും ആദ്യ ചിത്രം. സഹസംവിധായകരായിട്ട് ഞങ്ങൾ സിനിമയിൽ പ്രവേശനം കുറിക്കുന്നത് നോക്കത്താ ദൂരത്തിലാണ്. ആ സിനിമയിൽ എന്നെ ഏൽപ്പിച്ച ജോലി ചെറിയെ മലയാളം പഠിപ്പിക്കുക, ഡയലോഗ് പഠിപ്പിക്കുക. അന്ന് ബോംബെയിൽ നിന്ന് വന്ന ശരിക്കും മലയാളം കാര്യമായിട്ട് അറിയില്ല, പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാകും എന്നുള്ളൂ. പക്ഷെ ഞങ്ങളുമായിട്ടുള്ള ഒരു 10-20 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലോണം മലയാളം സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ചെറിയുടെ ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളുമാണ്, അതേപോലെ തന്നെ ഹ്യൂമർ ആസ്വദിക്കുന്ന ആളുമാണ്. അപ്പോൾ ആ ഒരു തമാശ ആസ്വദിക്കാനുള്ള ആ ഒരു മനസ്സും ആ ഒരു കഴിവും അത് എന്നും ചെറിയുടെ കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നും അതിനൊന്നും മാറ്റം വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ചെറിയുടെ മുഖം എപ്പോഴും ഒരു ചിരിച്ച മുഖമാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു മനസ്സാണ്. തമാശ ആസ്വദിക്കാനും അതിന് കേട്ട് പൊട്ടിച്ചിരിക്കാനുമുള്ള ആ ഒരു വലിയ മനസ്സ്, അത് എന്നും ചെറിയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. സിദ്ദിഖാണ് മലയാള ഗുരു അല്ലേ? അതെ, മലയാള ഗുരു. കുറച്ച് ശേഷം സിദ്ദിഖിനെ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയെന്നാ സിദ്ദിഖ് പറഞ്ഞത്. സിദ്ദിഖാനിപ്പോൾ എനിക്ക് തോന്നുന്നു സിദ്ദിഖ് ആ സമയത്ത് മലയാളം മറന്നുപോയി കാണും. എന്നെ മലയാളം പഠിപ്പിച്ച് കുറേ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഹി വാസ് സോ പേഷ്യൻറ്റ്. എനിക്കിപ്പോഴും ഏത് ഭാഷയിലാണെങ്കിലും ശരി, എനിക്ക് ഡയലോഗ്സ് കിട്ടുമ്പം എനിക്ക് ടെൻഷനാണ്. കാരണം ചിലപ്പം ഞാൻ ആ ഭാഷയിൽ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ആ ഒരു സ്ട്രെസ് ഫാക്ടർ ഉള്ളത്. പക്ഷേ സിദ്ദിഖ പറഞ്ഞ പോലെ ദേ വർ ആർ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് സെറ്റിൽ. ഇവരിടയ്ക്കൊക്കെ പിന്നെ ഫാസിൽ അങ്കിൾ പറയും സിദ്ദിഖയും ലാലിൻ്റെ അടുത്തും ലാലേട്ടനും ഉണ്ടായിരുന്നു, സിദ്ദിഖ് ലാലിൻ്റെ ലാലേട്ടൻ. അപ്പോൾ അവർ കുറേ മിമിക്രി കാണിക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വിതിൻ എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഞാനും കൂടി ഓഫ് കോഴ്സ്. ആൻഡ് ദേ ഹാഡ് സൂപ്പർ സെൻസ് ഓഫ് ടൈമിങ്.
എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണ് ആൻഡ് ഐ ലവ് പീപ്പിൾ ഹു ഹാവ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഹ്യൂമർ. കാരണം സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവർക്കും യു നീഡ് സം സോർട്ട് ഓഫ് ഇന്റലിജൻസ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ടു ബി വിറ്റി, വിറ്റ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ആണ് ആക്ച്വലി. അതെ. സോ ഇറ്റ്സ് നൈസ്, ഇറ്റ് ഈസ് വെരി എന്താ പറയുന്നത്, ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ഇൻസ്പയറിംഗ് ടു ബി അറൗണ്ട് പീപ്പിൾ. അങ്ങനെ പ്ലെയിം പ്രാങ്ക്. അതെ. സോ ഇറ്റ്സ് നദിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർ നന്നായിട്ട് കാല് വലിച്ചിട്ടുണ്ടോ? പുള്ളിയർ ലെഗ്സ് ഈ സെറ്റിലൊക്കെ പിന്നെ ഒരുപാട് സമയത്തൊക്കെ കളിപ്പിച്ചോണ്ടിരുന്നു. അതെ അതെ. പക്ഷേ അങ്ങനെ എനിക്ക് ഹേർട്ടാകുന്നു ഒട്ടുമില്ല. Siddiq was so patient. I'm so happy for him that he's become such an established director. ഞങ്ങൾ രണ്ടുപേരും വലിയ വലിയ വടവർഷങ്ങളായി. very much.